കമ്പ്യൂട്ടറുകൾ അതിമനോഹരമായ ഉപകരണമാണ്. എന്നാൽ അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് പലർക്കും അറിയില്ല. ഇന്നത്തെ ഈ ടെക്നോളജി ലോകത്ത് പിന്നോട്ട് പോകാതിരിക്കാൻ കമ്പ്യൂട്ടർ സ്കിൽ അനിവാര്യമായ ഒരു കാര്യമാണ്. അത് എവിടെ നിന്ന് തുടങ്ങണം എന്നതാണ് പലർക്കും ആശയപ്പെടുന്നത്. നമസ്കാരം, ലേൺ സിംപ്ലി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം. ഞാൻ രാകേഷ് മാവളി. നിങ്ങൾ ഒരു വീട്ടമ്മയോ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയോ അതുമല്ലെങ്കിൽ ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും. നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടറിൽ ഒരു ജോലി ചെയ്യാൻ ഒരു താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഒരു വീഡിയോ എഡിറ്റിങ്ങോ ഒരു യൂട്യൂബ് ചാനലോ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാവും. എന്നാൽ അതെങ്ങനെ ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ കമ്പ്യൂട്ടറുകൾ ഒന്ന് തുറന്നു നോക്കാൻ പോലും നിങ്ങൾ ധൈര്യപ്പെടുന്നു. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മകളുടെയോ അല്ലെങ്കിൽ മകന്റെയോ ഹസ്ബൻഡിന്റെയോ ഒക്കെ കമ്പ്യൂട്ടറുകൾ വീട്ടിലിരിക്കും. പക്ഷെ അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നറിയാത്തതുകൊണ്ട് നിങ്ങളത് ഒരിക്കലും അത് ഓപ്പൺ ചെയ്ത് നോക്കാനോ ഒന്നും നിങ്ങൾ മെനക്കെടുക. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ചാനലിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഒരു തുടക്കം മുതൽ ഒരു എക്സ്പേർട്ട് ലെവലിൽ എത്തുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ചാനലിലൂടെ ഞാൻ പഠിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊരു ഓഫീസ് ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ ഒരു ഓഫീസ് ജോലി ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പറ്റിയിട്ട് യാതൊരു അറിവില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലെറ്റർ പ്രിപ്പയർ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെയിലാക്കാനൊക്കെ നിങ്ങൾ വേറെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം. അങ്ങനെ വരുന്ന സാഹചര്യം ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ സ്വയം കമ്പ്യൂട്ടറിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഓഫീസ് ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ഒരാൾക്കും അല്ലെങ്കിൽ നിലവിൽ ഒരു ഓഫീസ് ജോലി ചെയ്യുന്ന ആൾക്കും വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള കുറെ അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഈ ചാനലിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ നിങ്ങളുടെ ഭാവി തന്നെ മാറ്റിവെക്കാം. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ജോലിയോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്യാനോ ഒക്കെ താല്പര്യമുള്ള പല ആൾക്കാരും. പക്ഷെ നമുക്കത് കമ്പ്യൂട്ടറിൽ എഡിറ്റിംഗ് ചെയ്യുന്ന അങ്ങനെ അറിയില്ല. കമ്പ്യൂട്ടറിൽ ഒരു ചാനല് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്കൊരു ടൈറ്റിൽ ഉണ്ടാക്കുന്നതും പിന്നെ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നതും അങ്ങനത്തെ ഒരു കാര്യങ്ങളും നമുക്ക് അറിയാത്തതുകൊണ്ട് നമുക്ക് യൂട്യൂബ് ചാനൽ ഒരു ലെവലിൽ നിന്നും ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റാത്തത് ഈ കമ്പ്യൂട്ടറിനെ പറ്റിയിട്ടുള്ള നോളജ് ഇല്ലാത്തതാണ്. അതേപോലെ തന്നെ ഒരു ഓഫീസ് ജോലി ചെയ്യുന്ന ആൾക്കും അവരെ ഒരു നിലവിലുള്ള ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് മാറാൻ പറ്റാത്തത് കമ്പ്യൂട്ടറിൽ ഒരു നോളജ് കുറവുള്ളത് കൊണ്ടാണ് കൂടുതൽ ആൾക്കാർ. നല്ല കഴിവുള്ള ആൾക്കാരായിരിക്കും, പക്ഷേ കമ്പ്യൂട്ടറിലേക്ക് വരുന്ന വളരെ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ഒരു 5-8 വീഡിയോ കൊണ്ട് ഞാൻ ഈ മൊത്തം ടോപ്പിക്കും കവർ ചെയ്തിട്ട് അത്യാവശ്യം വേണ്ട ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാനും ഒക്കെ അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളും ഇതിൽ കൂടി പറഞ്ഞ് ഒരു എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ നിങ്ങളെ ആക്കി തീർക്കാനാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്കും ഷെയർ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തോ അല്ലെങ്കിൽ കൂട്ടുകാരിക്കോ ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടറിന്റെ വിവിധ ഭാഗങ്ങളാണ്. ഇത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നിരുന്നാലും ചില ആൾക്കാരെങ്കിലും അറിയാത്തുണ്ടാവും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇതിന്റെ കമ്പ്യൂട്ടറിന്റെ വിവിധ ഭാഗങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ആദ്യമായിട്ട് CPU എന്ന് പറയുന്ന സാധനമാണ്. CPU എന്ന് പറഞ്ഞാൽ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. ഇതാണ് കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഇതിൽ കൂടെയാണ് കമ്പ്യൂട്ടറിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. ബാക്കിയുള്ള സാധനങ്ങളാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ആയിട്ട് ഉള്ള കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ നമുക്ക് ഈ കമ്പ്യൂട്ടർ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇൻപുട്ട്. അതുപോലെ കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ സാധനങ്ങൾ. അപ്പം ഫസ്റ്റ് നമ്മൾ ഈ മോണിറ്റർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. മോണിറ്ററിൽ കൂടെയാണ് നമുക്ക് കമ്പ്യൂട്ടറിൽ നടക്കുന്ന കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പിന്നെ നമുക്ക് കമ്പ്യൂട്ടർ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കീബോർഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഇൻപുട്ട് ഡിവൈസ് ആണ്. നമുക്ക് ഇതിൽ കൂടി കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. കീബോർഡ് നല്ല എക്സ്പേർട്ടായിട്ട് കീബോർഡ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അടുത്ത് വരുന്ന ചാപ്റ്ററുകളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മളത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കീബോർഡ് ഉപയോഗിക്കാൻ പറ്റും. കണ്ണും കുട്ടിയിൽ നമുക്ക് കീബോർഡ് നമ്മൾ ലെറ്റർ ടൈപ്പ് ചെയ്യുന്നോ ഇതൊക്കെ നമ്മളിങ്ങനെ തപ്പി ചെയ്യണേ. അതുപോലെ നമുക്ക് കണ്ണും കുട്ടിയിൽ ലെറ്ററൊക്കെ ടൈപ്പ് ചെയ്യാൻ നല്ല രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എക്സ്പേർട്ടായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അത് കീബോർഡ്. അതേപോലെ തന്നെയാണ് മൗസ്. ഇപ്പോൾ ഒരുവിധം എല്ലാ ആൾക്കാർക്കും മൗസ് ഉപയോഗിച്ചിട്ട് അറിയായിരിക്കും. എന്നിരുന്നാലും ചില ആൾക്കാരുണ്ട് അവർ മൗസ് നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ സ്ക്രോൾ ചെയ്ത് പോകാനോ ഒന്നും പറ്റാത്തത്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സാധനം നമ്മൾ വരുന്ന ചാപ്റ്ററിലുണ്ട്. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മൗസ് നമുക്ക് നല്ല സിമ്പിൾ ആയിട്ട് മൗസ് ഉപയോഗിക്കാൻ പറ്റും. മൗസിനെ പറ്റിയിട്ട് വിശദമായിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററുകളിൽ പറയുന്നതുകൊണ്ട്
ഇപ്പൊ അത്രേ പറയുള്ളൂ. പിന്നെ പ്രിന്ററാണ്. പ്രിന്റർ നമ്മൾ എല്ലാ കമ്പ്യൂട്ടറിലും ഉണ്ടാവുന്നില്ല. നമുക്ക് പ്രിന്റർ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിനോട് പ്രിന്റർ കൂടി അറ്റാച്ച് ചെയ്യും. ഇതൊരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പിന്നെ അതേപോലെ തന്നെ സ്പീക്കറും നമ്മുടെ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും പാട്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കാണുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കണമെങ്കിൽ സ്പീക്കർ വേണം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ലാപ്ടോപ്പ് ആണെങ്കിൽ ഈ സാധനങ്ങളെല്ലാം പ്രിന്റർ വെച്ച് ബാക്കിയുള്ളതെല്ലാം ലാപ്ടോപ്പിലുണ്ടാവും. നമ്മൾ മോണിറ്റർ ഉണ്ടാവും, പിന്നെ കീബോർഡ് ഉണ്ടാവും, മൗസ് ഉണ്ടാവും, പിന്നെ സ്പീക്കറും അതിനോട് തന്നെ ഇൻബിൽറ്റ് സ്പീക്കർ ഉണ്ടാവും, പിന്നെ CPU ഓൾറെഡി ലാപ്ടോപ്പിലുണ്ടാവും. അപ്പോൾ ഇതാണ് കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇത് കൂടാതെ പല സാധനങ്ങളുണ്ട്, പെൻഡ്രൈവ്, അതുപോലെ CD, അങ്ങനെ പല സാധനങ്ങളുണ്ട്. നമുക്ക് ഒരു ബേസിക് ആയിട്ട് ഇതാണ് നമുക്ക് ആവശ്യമായിട്ട് അറിയേണ്ട കാര്യങ്ങൾ. നമുക്ക് ആദ്യം തന്നെ കമ്പ്യൂട്ടറിൽ കീബോർഡ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതും ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് കീബോർഡും മൗസാണ്. മൗസ് നമുക്ക് കുറച്ച് ദിവസം ഉപയോഗിച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കത് പ്രാക്ടീസ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റും. കീബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നല്ലോണം പ്രാക്ടീസ് ചെയ്താലാണ് നല്ല എക്സ്പേർട്ട് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കീബോർഡ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതിനെ വേണ്ടിയിട്ട് ആണ് ഫസ്റ്റ് നോക്കുന്നത്. നമ്മൾ പണ്ട് സ്കൂളൊക്കെ പഠിക്കുന്നവരെ നമ്മൾ എഴുതാൻ പഠിക്കുന്നത് നമ്മൾ ചെറുപ്പം മുതലേ എഴുതി ഓരോ അക്ഷരങ്ങൾ എഴുതി പഠിക്കുന്നത് പോലെ തന്നെയാണ് കീബോർഡ് പഠിക്കുന്നത്. നമുക്ക് ഇനിയുള്ള കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമാകുന്ന ഒരു സാധനമാണ് നമ്മൾ എഴുതുന്നതിനെക്കാട്ടും കൂടുതൽ നമ്മൾ ടൈപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ കീബോർഡ് നല്ല ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാനും അത് ഉപയോഗിച്ചിട്ട് ഒരു ലെറ്റർ പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ എന്ത് ആവശ്യത്തിനും നമുക്ക് കീബോർഡ് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കീബോർഡ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളത് ഫസ്റ്റ് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മളെ കമ്പ്യൂട്ടറിലുള്ള ബ്രൗസർ ഗൂഗിൾ ക്രോം ആണുള്ളതെങ്കിൽ ഗൂഗിൾ ക്രോം, നമ്മൾ നെറ്റ് കണക്ട് ആയിരിക്കണം. ഇന്റർനെറ്റ് കണക്ട് ആയാലാണ് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മൾ വിശദമായിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള നമ്മൾ വരുന്ന ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കീബോർഡ് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് പരിചയപ്പെടുത്തി തരാം. അപ്പൊ അതിൽ കൂടി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതിന് ആദ്യം ഗൂഗിൾ ക്രോം എടുക്കുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യും. അപ്പൊ അതില് നമ്മളിവിടെ വെബ്സൈറ്റിന്റെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലത്ത് എന്ത് ചെയ്യാം, www.typing.com എന്നുള്ള അടിക്കാം. അപ്പൊ typing.com ഞാൻ ഓൾറെഡി ചെയ്തോണ്ട് അവിടെ ഉണ്ട് typing.com, അല്ലെങ്കിൽ www.typingclub.com എന്നുള്ളത് അടിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഈ വെബ്സൈറ്റ് കാണാം, typingclub.com. അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഈ typingclub.com പോയി കഴിഞ്ഞാൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുണ്ടാവും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇതിൽ നമുക്ക് ചാപ്റ്ററുകളായിട്ട് ഓരോ കീയും ഇങ്ങനെ ഓരോ ചാപ്റ്ററിലായിട്ട് നമ്മളിങ്ങനെ പഠിപ്പിക്കും. ഇതിന് നമുക്ക് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ചാപ്റ്ററുകൾ കണ്ടിട്ട് ഇങ്ങനെ പേടിക്കേണ്ടതില്ല. സിമ്പിൾ ആയിട്ട് ചെറിയ കുട്ടികൾ കിടക്കും ഒരു ഗെയിം കളിക്കുന്ന പോലെ ഓരോ ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഗെയിമും അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷനിൽ ഹോം റോ എന്ന് പറഞ്ഞതാണ് അവർ പറയുന്നത്. ഹോം റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കീബോർഡിൽ F എന്ന് പറഞ്ഞിട്ട് J എന്ന് പറഞ്ഞിട്ട് 2 കീ, ആ 2 കീൻ്റെ അടിയിൽ ഒരു നമ്പർ ഉണ്ടാവും. അവിടെയാണ് നമ്മളെ ചൂണ്ടുവിരൽ വരിക. ആ ചൂണ്ടുവിരൽ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള വിരൽ അതിനടുപ്പിച്ചിട്ടുള്ള സ്ഥലങ്ങൾ, ആ റോയിലാണ് ഹോം റോ എന്ന് പറയുന്നത്. ആ റോയിലാണ് നമ്മളെ കൈ എപ്പോഴും വേണ്ടത്. ആ റോന്ന് നമ്മൾ മുകളിൽ താഴോട്ടേക്കുള്ള ഓരോ ലെറ്റർ ടൈപ്പ് ചെയ്താൽ താഴെ ഹോം റോയിലേക്ക് തന്നെ നമ്മൾ വിരൽ വരണം. അതാണ് റൂള്. പിന്നെ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കീബോർഡിൽ നോക്കിയിട്ടല്ല ടൈപ്പ് ചെയ്യേണ്ടത്. നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ഈ മോണിറ്ററിൽ നോക്കിയിട്ടാണ്. അപ്പൊ നമ്മൾ ഈ ബമ്പർ പ്രസ് ചെയ്താൽ നമുക്കറിയാം അത് ഏത് F ആണോ, F-ഉം J-നും മുകളാണ് നമ്പർ ഉണ്ടാവുക. അപ്പൊ നമ്മൾ അവിടെ ഉള്ളതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനുശേഷം നമ്മൾ ഓരോന്നും ടൈപ്പ് ചെയ്ത് പഠിക്കാം. അപ്പൊ ഇതില് ഫസ്റ്റ് ഒരു ലെറ്റർ പഠിക്കും, അത് തറവായതിനു ശേഷം അടുത്ത ലെറ്റർ പഠിക്കും. അപ്പൊ നമ്മൾ ഇത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ ലെറ്ററും ക്ലിയർ ആയിട്ട് പഠിക്കാം. അത് പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രം അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. പിന്നെ ഇതിൽ തന്നെ നമ്മൾ ഒരു ചാപ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇത്ര പെർസെന്റേജ് കംപ്ലീറ്റ് ആയി, ഇത്ര പെർസെന്റേജ് മാർക്ക് ഉണ്ട്, ഇത്ര സ്പീഡിലാണ് ടൈപ്പ് ചെയ്യുന്നുള്ള റിസൾട്ട് വരും. അത് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇമ്പ്രൂവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ സാധനം ചെയ്യാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. അപ്പൊ അത് ഞാനൊന്ന് പ്ലേ ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട് ഇതിൽ പറയുന്നത്. അപ്പൊ അതിലേക്ക് പോവാം. So, I hear you want to type like a pro. Let's start by setting up your finger positioning. Look at the F and J keys on your keyboard. Do you see the bumps on each key? Close your eyes and feel for the bumps using your 2 index fingers. Take your time, but don't look. Did you get it? Your index fingers should always find their way back to F and J by feeling for those bumps. Now curve your fingers and bring your other fingers down on the next 3 keys on either side. This is called the home row position. For example, to type the letter U, your right index finger will travel up 1 key and then quickly return to the bump on the J key. Okay, before we start, there is only one rule you must always follow. Never, ever look at the keyboard while typing.
If you follow this rule, your index fingers will quickly learn to find their way home by feeling for the bumps. Fast typists forget about the keyboard and don't even realize their fingers are at work. They feel one with the computer. After some practice, you'll start feeling it too. The computer becomes a part of your body and your mind is in full control. Let's get started. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞത് ക്ലിയർ ആണല്ലോ. നമ്മൾ എഫ് എന്ന് പറഞ്ഞു ജെ എന്ന് പറഞ്ഞു രണ്ട് കീന്റെ അടിയിൽ ബമ്പർ ഉണ്ടാവും. അവിടെയാണ് നമ്മളെ ചൂണ്ടുവിരൽ വരേണ്ടത്. അതിനുശേഷം ASDF എന്ന് പറഞ്ഞിട്ട് നമ്മളെ എല്ലാ വിരലുകളും വരെ ഒരു കീയില്, മറ്റേത് JKL പിന്നെ സെമി കോളൻ എന്ന് പറഞ്ഞാൽ അവിടെ വരും. ജി എന്ന് പറഞ്ഞ് വെച്ച് നമ്മൾ പറഞ്ഞത് ഒഴിച്ചിടാം. അപ്പൊ ഇവിടെയാണ് നമ്മളെ ഹോം കീ വരുന്നത്. എല്ലാ സമയത്തും നമ്മളെ കൈ ഇവിടെയാണ് വരേണ്ടത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത്. പിന്നെ സ്പേസ് ബാർ തള്ള വിരലുകൊണ്ടാണ് നമ്മൾ സ്പേസ് ബാർ ടൈപ്പ് ചെയ്യുക. അപ്പൊ ഇവര് ഫസ്റ്റ് പഠിപ്പിക്കുന്ന കാര്യം എഫ് ആണ്. നമ്മൾ എന്ത് വെച്ചാൽ കമ്പ്യൂട്ടറിൽ എഫ് എന്നുള്ളതിൽ ചൂണ്ടുവിരൽ വരും. അപ്പൊ നമ്മൾ ആദ്യം എഫ് ടൈപ്പ് ചെയ്യാം. ഇതിൽ പറയുന്നത് നിങ്ങളിപ്പോ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, എഫ് ടൈപ്പ് ചെയ്യാൻ പറയുന്നത് എഫ് ടൈപ്പ് ചെയ്യാം. അപ്പൊ അത് ഓക്കെ. പിന്നെ ജെ ടൈപ്പ് ചെയ്യാൻ പറയുന്നത് ജെ ടൈപ്പ് ചെയ്യാം. അപ്പൊ ഇത് അവര് ടെസ്റ്റ് ഫസ്റ്റ് ഓക്കെയാണ്, എഫ് ജെ ആണ്. നമ്മൾ അതിന്റെ പ്രാക്ടീസ് ചെയ്യാൻ പോകണം. പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ കൊടുക്കും. അപ്പൊ അവിടെ നമ്മൾ കണ്ടിന്യൂ എന്നുള്ളതിൽ വിളിക്കുക. പിന്നെ ഇതിൽ പറയുന്നത് എഫ് നമ്മൾ എന്ത് ചെയ്യുന്നത് മാക്സിമം സ്പീഡിലാണ് ഇത് ടൈപ്പ് ചെയ്യേണ്ടത്. രണ്ടാമത് തെറ്റാൻ പാടില്ല. അപ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയാണുള്ളത് ഞാൻ കാണിച്ചത്. നമ്മളിപ്പോൾ എഫ് എന്നുള്ളത് ടൈപ്പ് ചെയ്യുന്ന എഫ് ടൈപ്പ് ചെയ്തു. ഓക്കെ, അടുത്തത് എഫ് ആണ്. നമ്മൾ ജെ എന്ന് പറഞ്ഞ് അറിയേണ്ടത് ടൈപ്പ് ചെയ്തതിനു ശേഷം അപ്പൊ അവിടെ നമ്മൾക്ക് റെഡ് മാർക്ക് കിട്ടും. അപ്പൊ എന്ത് ചെയ്യാം, നമ്മളിത് എഫ് എന്നുള്ള ടൈപ്പ് ചെയ്താൽ മാത്രമേ അത് കറക്റ്റ് ആയി പോകും. അപ്പൊ അതില് ഈ ഒരു ടിക്ക് മാർക്ക് വന്ന് ഒരു ഗ്രീൻ കളർ വന്നു. അപ്പൊ അത് കംപ്ലീറ്റ് ആയി. അപ്പൊ നമ്മളത് സ്പീഡിൽ തന്നെ എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് പോവാം. തെറ്റി. അപ്പൊ നമ്മളത് പിന്നെ കറക്റ്റ് ചെയ്യാം. അപ്പൊ ഇത് തെറ്റാതെ മാക്സിമം 100% കറക്റ്റിലാണ് നമ്മളത് ചെയ്യേണ്ടത്. പിന്നെ സ്പീഡും ഭയങ്കര ഘടകമാണ്. നമ്മൾ സ്പീഡ് കൂട്ടി കൊണ്ടുവരാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മളത് ഇത് ചെയ്തു. അപ്പൊ നമ്മളത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടത് ഓക്കെ ആയില്ല, സ്പീഡ് കുറവാണ്, അതുപോലെ തന്നെ കുറെ തെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രൈ അഗൈൻ പറഞ്ഞിട്ട് ഒന്നുകൂടി കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി സ്പീഡ് ടൈപ്പ് ചെയ്യാം. അപ്പൊ അത് കംപ്ലീറ്റ് ആയി. അപ്പൊ ഗുഡ് ജോബ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത പ്രാക്ടീസിലേക്ക് പോവാം. അപ്പൊ അടുത്തത് എഫ് ആണ്. അടുത്ത സ്പേസ് ആണ്. സ്പേസിന് നമ്മൾ തള്ള വരുന്നുണ്ട് അവിടെ പിക്ചറിൽ കാണിക്കുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് കുട്ടികൾക്ക് പോലും ഇത് സ്വയം ചെയ്ത് പഠിക്കാവുന്ന സംഭവമേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് ഒരു ചാപ്റ്ററിന്റെ കുറച്ച് കാര്യങ്ങൾ അറിയാത്തവർക്ക് മാത്രമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് അത് ഓരോ ചാപ്റ്ററും ഇതേ മെത്തേഡ് തന്നെയാണ് എല്ലാ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, അത് ചെയ്ത് പോവാം. അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നു. അപ്പൊ എഫ് സ്പേസ് എന്നുള്ളത് എഫ് സ്പേസ് ജെ സ്പേസ്. ഇതിലൊന്ന് തെറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അടുത്ത ഒരു സെക്ഷൻ കൂടി ഉണ്ട്, അതുകൂടി കംപ്ലീറ്റ് ചെയ്യാം. എന്നാലാണ് നമുക്ക് അതിന്റെ റിസൾട്ടിന്റെ ഇത് വരുള്ളൂ. ഇത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്പീഡായാലും കാണിക്കുന്നുണ്ട്. അത് കൂടാണ്ട് നമുക്ക് ഏറ്റവും ലാസ്റ്റ് അതിന്റെ റിസൾട്ട് വരും. അപ്പൊ നമ്മളത് കംപ്ലീറ്റ് ചെയ്ത്. പക്ഷെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ ആക്യുറസി 98% ആവും. അതുപോലെ തന്നെ സ്പീഡ് 29 WPA എന്നാണ് ഉള്ളത്. അപ്പൊ നമ്മളത് 33 സെക്കൻഡ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ആക്യുറസി ഓൾവേസ് 100% ആയിരിക്കും. ഓൾവേസ് 100% ആയിട്ട് നമ്മൾ ചെയ്യാം ഇപ്പൊ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ഒരു 30-40 അടുത്ത് സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം. അതിന് പിന്നെ കൂട്ടി മാക്സിമം എത്ര പറ്റുമോ അത്രയും സ്പീഡിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് പോകാം. അപ്പൊ നമുക്കിത് ചെയ്യണമെങ്കിൽ ഒന്നുകൂടി ട്രൈ അഗൈൻ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്നുകൂടി ചെയ്തിട്ട് ഇത് 100% ആകുമ്പോൾ ഒരു സ്പീഡ് ഒരു 30-40 അടുത്ത് കൊണ്ടുവരാം. ഇത് രണ്ടും ഓക്കെ ആയാലും മാത്രം അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ഇത് വളരെ സിമ്പിൾ അല്ലേ, കാരണം ഇതിൽ തന്നെ എല്ലാം കറക്റ്റ് പറയുന്നുണ്ട്. നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ മാത്രമേ വേണ്ടൂ. അപ്പൊ അതുപോലെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അടുത്ത ഓരോ ചാപ്റ്ററിൽ നമുക്ക് ഗെയിം ഉണ്ടാവും. അങ്ങനെ ഓരോ പുതിയ ടൈപ്പിൽ കൂടിയാണ് ഇത് വരിക. അപ്പൊ നമുക്ക് ഒരിക്കലും മടുക്കില്ല. അപ്പൊ അടുത്ത കീ എന്ന് പറഞ്ഞാൽ ഡി ആണ്. ഞാൻ ആ ഡീനെ പറ്റിയിട്ട് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് സ്വയം ചെയ്ത് പരിശീലിക്കാവുന്ന കേസാണ്. ഇതേ മെത്തേഡ് തന്നെയാണ് ഓരോ ലെറ്ററും. ആദ്യം നമ്മൾ ഓരോ ലെറ്ററുകളാവും, പിന്നെ അത് വേർഡിലേക്ക് എത്തും. ഭയങ്കര ഈസി ആയിട്ട് വളരെ സൂപ്പർ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് വളരെ എളുപ്പമായിരിക്കും. ഇതും പിന്നെ മൗസിന്റെ ഒരു എക്സസൈസ് കൂടിയിട്ട്. മൗസിന്റെ എക്സസൈസ് അത് ഇത്രയും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സാഹചര്യം. കാരണം മൗസ് കുറച്ച് കാര്യങ്ങൾ, അതിൽ മൗസിൽ തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ
സെലക്ട് ചെയ്യുന്നത്, പിന്നെ സ്ക്രോൾ ചെയ്യുന്നത്, അതുപോലെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം കറക്റ്റായി അവര് ഈ സൈറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പറയാം. നിങ്ങൾ ഈ കീബോർഡിന്റെ സാധനം പ്രാക്ടീസ് ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ ഒരു അരമണിക്കൂർ മാറ്റി വെച്ചാൽ മതി. ഒരു 2 ആഴ്ച കൊണ്ട് നമുക്ക് കീബോർഡ് വളരെ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കീബോർഡിനെ പറ്റിയിട്ട് ഇതുപോലെ കുട്ടികൾക്കെല്ലാം പറഞ്ഞാൽ കീബോർഡ് നമ്മൾ ചെറുപ്പം മുതലേ കീബോർഡ് പ്രാക്ടീസ് ചെയ്ത് ഓക്കെ ആയി കഴിഞ്ഞാൽ അവർക്ക് വളരെ എളുപ്പമായിരിക്കും. കാരണം ഇനി മുന്നോട്ടുള്ള കാലത്തുള്ള ഈ കീബോർഡും കമ്പ്യൂട്ടറും എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മൾ എഴുത്ത് ശീലിക്കുന്ന പോലെ തന്നെ കീബോർഡും നല്ല അടിപൊളിയായിട്ട് ടൈപ്പ് ചെയ്യാൻ ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും പല കാര്യങ്ങളും ചെയ്യാൻ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവും എന്ന് തോന്നുകയാണെങ്കിൽ എന്താ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആരെങ്കിലും കൂട്ടുകാർ ഇത് ഇങ്ങനത്തെ വീഡിയോ താല്പര്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, അവർക്ക് ഉപകാരപ്രദമാവും എന്ന് തോന്നുകയാണെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.